നിന്റെ ചൊറിച്ചിൽ കണ്ടപ്പോഴേ വീട്ടിലും തോന്നി. അതെ കൂടുതലാണെന്ന് തോന്നി. അതെ കൂടുതലാണ്. അതിപ്പോ ഞാൻ പറയട്ടെ, ഇതൊരു സോഷ്യൽ മീഡിയ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പൊന്നോ, അമ്മ സംഘടനയിലെ ഭയങ്കര കുത്തിത്തിരിപ്പും വഴക്കുമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. മാധ്യമങ്ങളാണ് ഇത് നല്ല രീതിയിൽ അങ്ങ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ഈ അമ്മ സംഘടനയിലുള്ള ആൾക്കാർ ചിന്തിക്കണം, ഇതൊക്കെ പുറത്തായി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള നാണക്കേടാണെന്നുള്ളത് ഈ സിനിമാക്കാർ ചിന്തിക്കണമായിരുന്നു. പക്ഷെ ഇതൊന്നും ചിന്തിക്കാതെ വെറുതെ ഈ കുടുംബശ്രീയിൽ സ്ത്രീകൾ കിടന്ന് വഴക്കുണ്ടാക്കുമല്ലോ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് അവരുടെ ആ ഒരു സംഘടനയിൽ നിന്ന് തന്നെ, അതായത് പ്രത്യേകിച്ച് ടിനി ടോമിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന മാനസികമായിട്ടുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കുറേയൊക്കെ പെങ്കൊച്ച് സഹിച്ചു. അവസാനം സഹി ഇട്ടിട്ട് പരാതി കൊടുത്തു. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ടിനി ടോം എന്ന് പറയുന്നവൻ ഒരു നാണം കെട്ടവനാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇവനൊക്കെ എന്ത് കഴിവുണ്ടായിട്ടാ ഈ സിനിമയിൽ കുറച്ച് സിനിമയിൽ അഭിനയിച്ചു എന്ന് കരുതിയിട്ട് എന്തോ വലിയ സംഭവമെന്നും പറഞ്ഞ് ഇവനൊക്കെ നടക്കുന്നത്. ഇവനൊക്കെ എന്ത് കോമഡിയാ കാണിക്കുന്നത്. പട്ടിഷ എന്നല്ലാണ്ട് എന്ത് പറയാനാ. അതും എന്താ പറയാ, സപ്പോർട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അല്ലാതെ ഇവനൊക്കെ എന്ത് കഴിവുണ്ടായിട്ടാ ഈ സിനിമയിലേക്കൊക്കെ വന്നത്. എന്തായാലും ഇവനൊരു നാണം കെട്ടവനാണെന്നുള്ളത് ഇതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവനൊരു തലതെറിച്ചൊരു മകനുണ്ട്. അച്ഛൻ ഇങ്ങനെ ആയ പിന്നെ മകൻ അങ്ങനെ ആവാതിരിക്കുമോ? അയ്യോ, തലതെറിച്ചൊരു മകനും. എന്തായാലും ഈ പറയുന്ന ടിനി ടോം ഇയാളുടെ വീഡിയോസിനോ അല്ലെ ഏതെങ്കിലും പോസ്റ്റിനോ ഒക്കെ ഏതെങ്കിലും ആൾക്കാർ നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ടിനി ടോം വിളിച്ചിട്ട് ആ ആൾക്കാരെ വിളിച്ചിട്ട് പൂരത്തേറി പറയും. അതിനൊരു ഉദാഹരണം, ഏതോ ഇയാളുടെ ഒരു വീഡിയോക്കോ എന്തോ പോസ്റ്റിനോ കമന്റ് ഇട്ട ഒരു പയ്യനെ വിളിച്ചിട്ട് ഈ പറയുന്ന ടിനി ടോം വിളിച്ചിട്ട് പറയുന്ന വൃത്തികേടുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. ആ വോയിസിൽ ഇവൻ പറയുന്ന കേൾക്കുമ്പോൾ മനസ്സിലാവും ഇവനൊക്കെ ഇത്ര നാണം കെട്ടവനായിരുന്നല്ലോ എന്ന്. നമുക്ക് എന്തായാലും ആ ഒരു ഫോൺ കോൾ സംഭാഷണം ഒന്ന് കേട്ടിട്ട് വരാം. എന്റെ പേര് ഹിമേഷ്. ഭയങ്കര കുത്തിരിപ്പാണല്ലോ. എന്റെ പൊന്നു ബ്രോ, ഒരു കമന്റ് ചെയ്യണം ബ്രോ. സോഷ്യൽ മീഡിയ അല്ലേ? സോഷ്യൽ മീഡിയ ആണ്. പക്ഷെ നിന്റെ ചൊറിച്ചിൽ കണ്ടപ്പോഴേ വീട്ടിലും തോന്നി. അതെ കൂടുതലാണെന്ന് തോന്നി. അതെ കൂടുതലാണ്. അതിപ്പോ ഞാൻ പറയട്ടെ, ഇതൊരു സോഷ്യൽ മീഡിയ ആണ്. തനിക്ക് താൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ബ്രോ എന്ന് പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയില് ഒരു ചെക്കൻ അവരൊന്ന് കള്ളുപിടിച്ച് പാട്ട് പട്ടി കുറയ്ക്കുന്ന തെറി പറഞ്ഞൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഒന്നിന് സെലിബ്രിറ്റി അല്ല. അപ്പൊ ഒന്നിന് നെഗറ്റീവ് ആ കാണുന്ന പയ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അവന്റെ നല്ല പറ്റാണ് നീ എനിക്കിട്ട് ഉണ്ടാക്കണ്ട. ഞാൻ കുറെ പേര് എന്റെ ചേട്ടാ, എനിക്ക് ആരെ അറിയിക്കേണ്ട ആവശ്യമില്ല. നീ അതാണ് നിന്നെ പോലത്തുള്ള സാധനങ്ങൾ ഈ പുലിസും നെഗറ്റീവായിട്ട് ജീവിക്കണം. എന്റെ പൊന്നു വേണ്ട. ഞാൻ കമന്റ് നമ്മുടെ ഫേസ്ബുക്കിൽ കമന്റ് ഇതിനും കുരുപൊട്ടണ എന്തിനിങ്ങനെ കുരുപൊട്ടണ? ഇതിനും കൂടുതൽ എന്തോ രാഷ്ട്രീയക്കാർ കേൾക്കണത്. നിന്നെ പോലത്തെ എനിക്കറിയാം. അല്ല, രാഷ്ട്രീയക്കാരെന്തോ കേൾക്കണേ. അപ്പൊ പിന്നെ താൻ എന്തിനാ ഈ വക ഡയലോഗ്? രാഷ്ട്രീയക്കാരല്ല, നീ നേരിട്ടൊന്നും എന്റെ മുമ്പിൽ എന്തിനു നേരിട്ട് നിക്കണേ? എനിക്ക് നേരിട്ട് നിൽക്കണോണ്ട് പേടിയൊന്നുമില്ല. ഇത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ എനിക്ക് പേടിയില്ല. അല്ല ചേട്ടാ, എനിക്ക് പേടിയില്ല. നീ പേടിയില്ലെങ്കിൽ നീ എന്റെ മുമ്പിൽ നേരി. ഞാൻ കൊടകരയിൽ വന്ന് പരിപാടി നടത്തിയിരുന്നു. നിന്നെ അവിടെ കണ്ടല്ലോ. ഇതുപോലത്തെ പേടിത്തുറന്മാരാണ് കമന്റ് ഇടുന്നത്. കമന്റ് ഞാൻ ഇങ്ങിടും എന്നുവെച്ചാൽ അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഉണ്ടെന്നൊരു കുഴപ്പം. സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടോ, നീ ഞാൻ കാണിക്കുമ്പോ നീ തൊലിക്കണ്ട. വേറെ 3.5 കോടി മലയാളികൾ അംഗീകരിക്കുമ്പോൾ ഞാൻ ഇവിടം വരെ എത്തിയിരുന്നു. ജോഷിയുടെ വിനയന്റെ ലാൽജോസിന്റെ സത്യനന്ദിക്കാരൊക്കെ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. അതെന്തൊരു കഷ്ടാ നോക്ക്. കമന്റിന് എന്ത് കുഴപ്പം? ഞാനിത് ഫേസ്ബുക്കിൽ കാണും. നമ്മള് ട്രോളിന് വേണ്ടി നമ്മളും ചെയ്യും. കാണുമ്പറിയാം നിന്നെ അത് വേറെ പ്രശ്നമൊന്നുമില്ല. അത് ഈ ഉണ്ടായ ചോരയുടെ പ്രശ്നമാണ്. അത് തന്റെ ഇപ്പൊ നാളെ കോമഡി അല്ലെ മറ്റേ സ്റ്റാർ മാജിക് വന്ന് പറഞ്ഞു. കറക്റ്റ്. അവിടെ ഞാൻ പറയില്ലേ, പറഞ്ഞു ഞാൻ ഒന്നും കൂടി നാണം കിടും. വെറുതെ എനിക്ക് നാണംകെട്ട പോകാനൊന്നും ഇല്ലടോ. എനിക്ക് നാണംകെട്ട പോകാനൊന്നും ഇല്ല. നിനക്ക് അതാണ് നാണം കെട്ടവനാണ് നീ. നാണം കെട്ടവൻ തന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അതെ, ഞാൻ ഒരു കാര്യം, ഞാൻ കമന്റ് ഇഞ്ഞിടും. നേരിട്ട് എന്റെ മുമ്പിൽ കൈപ്പാങ്ങിന് വന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോകും.
അതിന്റെ പോകും നീ. ഞാൻ കോളേജിലും ലോ കോളേജിലൊക്കെ പഠിച്ചവനാണ്. എന്റെ പൊന്നു ചേട്ടാ, ഞാനിപ്പോഴും ചേട്ടാന്ന് വിളിക്കാം. എന്റെ പൊന്നു ചേട്ടാ, ഇത് മാത്രം എനിക്ക് ഇങ്ങനെ BP കയറാൻ ഇത് സോഷ്യൽ മീഡിയ ആകുമ്പോ നമ്മളിങ്ങനെ കമന്റ് ഇടും. അതിന് എത്ര നെഗറ്റീവ്സ് തോന്നുന്നുണ്ട്. നിന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നിനക്ക് ചൊറിച്ചിൽ വന്നതാണ്. അപ്പൊ നിന്നെ അങ്ങനെ നേരിട്ട് കൊടകരല്ലേ ഈ അടുത്തല്ലേ, ഞാൻ ആയോകാരാണ്. ഞാൻ എന്ത് പൊന്നു ബ്രോ, ഞാൻ കുഴപ്പമില്ല, എന്തായാലും കാണാം, അത് കുഴപ്പമില്ല. നീയൊന്നും നശിച്ചു കാണുന്ന സമയത്ത് ഞാൻ വന്ന് കാണുന്നില്ല. എന്റെ പൊന്നു, ഇവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. എന്ത് പറയാനാ ഇതുപോലുള്ള നാണം കെട്ടവനെയൊക്കെ. ഇവനെയൊക്കെ പിടിച്ച് അമ്മയില് വലിയ സ്ഥാനത്ത് അങ്ങോട്ട് ഇരുത്തി, എന്നിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അതിലുള്ള നമുക്കറിയാം മുതിർന്ന നടന്മാരായിട്ടുള്ള ഈ പറയുന്ന മമ്മൂക്കയോ ലാലേട്ടനോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാരണം അവർക്കൊക്കെ ഇത് സത്യം പറഞ്ഞാൽ നാണം കെട്ട പരിപാടിയല്ലേ അല്ലേ? ഈ ഒരു രീതിയിലൊക്കെ ഒരു പെങ്കൊച്ചിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ, അതായത് അൻസിബയ്ക്ക് അവിഹിതമുണ്ട്, അൻസിബ പല ആൾക്കാരെയും അവരുടെ എന്താ പറയുക അവരുടെ മതത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഈ ടിനി ടോം പറഞ്ഞു. എന്നിട്ട് അവനെ പിന്താങ്ങാനായിട്ട് അല്ലെ അവന്റെ മൂടുതാങ്ങികളായിട്ടുള്ള കുറെ പെണ്ണുങ്ങൾ തന്നെ അവിടെ ഉണ്ട്. ശ്വേത മേനോൻ, പ്രിയങ്ക, ലക്ഷ്മി പ്രിയ, ഇതുപോലുള്ള കുറെ ഊളകളും ഉണ്ട് ഇവനെ പിന്താങ്ങാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു പെൺകുട്ടിക്ക് നേരെ ഇമാതിരിയൊക്കെയുള്ള പ്രവൃത്തികൾ, മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഈ പറയുന്ന നാറി ടിനി ടോം ചെയ്തിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് അവിടെയുള്ള സ്ത്രീകളുള്ളത്. എല്ലാവരും അല്ല കേട്ടോ, അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്നവരും അതുപോലെ തന്നെ അൻസിബയ്ക്ക് ഉണ്ടായ പോലെ തന്നെയുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന ടിനി ടോമിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന സ്ത്രീകളും ഉണ്ട്. എന്തായാലും അവരും ഒക്കെ ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്ത് പറയാനല്ലേ, ഇതുപോലെ ഒരു സിനിമാ മേഖലയിലെ ആൾക്കാരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു സംഘടനയാണ് അമ്മ സംഘടന. ശരിക്കും പറഞ്ഞാൽ ഇതിന് അമ്മ സംഘടന എന്നല്ല പറയേണ്ടത്, വേറെ വല്ല പേരുമാണ് ഇടേണ്ടത്. അല്ലാതെ എന്ത് പറയാനാ, നാണം കെട്ട പരിപാടി. അവനെയൊക്കെ അടിച്ച് പുറത്താക്കണം, അതാണ് വേണ്ടത്. ഈ പറയുന്ന ലക്ഷ്മി പ്രിയ, അയ്യോ അവൾ എന്തൊരു പതിവ്രതയാണ്. അയ്യയ്യോ, ആ ഒരു പെണ്ണിനെ കുറിച്ച് എന്തൊക്കെയാണ് മാധ്യമങ്ങളോട് വന്നിട്ട് ഈ പറയുന്ന ലക്ഷ്മി പ്രിയ പറഞ്ഞത്. നാണം കെട്ടവള്. അല്ലാണ്ട് എന്ത് പറയാനാ. നമുക്ക് ഈ പറയുന്ന അൻസിബയെ നമ്മള് ബിഗ് ബോസിനകത്തൊക്കെ വെച്ച് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പെങ്കൊച്ചിന്റെ സ്വഭാവം ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലായതാ. കാരണം അങ്ങനെ കച്ചറ ഒരു സ്വഭാവമുള്ള പെൺകുട്ടി അല്ല എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അൻസിബയ്ക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ടിനി ടോം തെറ്റുകാരനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള ഒരുപാട് തെളിവുകൾ ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞു. ഇതിനൊരു ഒരു ഒരു തീരുമാനം ഉണ്ടാകണം. കാരണം ഈ ഒരു നാണം കെട്ട ഏർപ്പാട് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ ഭയങ്കര ചർച്ചയാണ്. അവനെ അതിൽ നിന്ന് പുറത്താക്കുവാണെങ്കിൽ പകുതി പ്രശ്നം തീരും. എന്തായാലും അൻസിബയ്ക്ക് നീതി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതുപോലത്തെ നാണം കെട്ടവന്മാരുടെയൊക്കെ ഇമാതിരി ഇടപാടിന് എന്താണ് പറയേണ്ടത്?